PSC വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ പുതിയ പാഠപുസ്തകത്തിലെയും പഴയ പാഠപുസ്തകത്തിലെയും കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അത് കാണുക. അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കൃഷിയും ജനജീവിതവും എന്താണെന്നാണ് പറയുന്നത്. അപ്പം കേരളം നമുക്കറിയാം ഒരു കാർഷിക പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ് അല്ലേ. അപ്പം ഏതൊക്കെ പ്രദേശങ്ങളിൽ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. തീരപ്രദേശങ്ങളിൽ കൂടുതലായിട്ടും നെല്ലും തെങ്ങുമാണ് കൃഷി ചെയ്യുന്നത്. അതുപോലെ കായലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മത്സ്യ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, തീരപ്രദേശങ്ങളിൽ തെങ്ങും നെല്ലുമാണ് കൃഷി ചെയ്യുന്നത് കൂടുതലായിട്ടും. കായലുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? മത്സ്യകൃഷിയും ചെയ്യുന്നുണ്ട്. അടുത്തത് ഇടനാട്ടിലേക്ക് വരുമ്പോൾ എന്താണ് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത്? ഇടനാട്ടിലെ നെല്ല്, തെങ്ങ്, വാഴ, ചേന, ചേമ്പ്, കവുങ്ങ്, റബ്ബർ, മരച്ചീനി, കാപ്പി, കുരുമുളക്. അപ്പോൾ നോക്കുക, എന്താണ്? നെല്ല്, തെങ്ങ്, വാഴ, ചേന, ചേമ്പ്, കവുങ്ങ്, റബ്ബർ, മരച്ചീനി, കാപ്പി, കുരുമുളക്. ഇത്രയും വിളകളാണ് ഇടനാട്ടിൽ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത്. അതുപോലെ മലനാട്ടിൽ നമുക്കറിയാം തണുപ്പുള്ള പ്രദേശമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ തേയില, ഏലം, കുരുമുളക്. ഓർമ്മിക്കുക, മലനാട്ടിൽ തേയില, ഏലം, കുരുമുളക് എന്നീ കൃഷിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിലെ കാർഷിക വിളകളുമായിട്ട് പറയാനുള്ളത്. അടുത്തത് ഗതാഗതത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പം കേരളത്തിലെ തീരപ്രദേശത്ത് കൂടുതലായിട്ടുള്ളത് ജലഗതാഗതമാണ് അല്ലേ. അപ്പോൾ ഓർമ്മിക്കുക, തീരപ്രദേശങ്ങളിൽ ജലഗതാഗതവും അതുപോലെ ജലപാതകളുണ്ട് അല്ലേ. തിരുവനന്തപുരം മുതൽ ഹോസ്ദുർഗ് വരെ നീളുന്ന ജലപാതകൾ ഉണ്ട്. അത് ഓർമ്മിച്ച് വെക്കുക. ജലപാതകളൊക്കെ ഒരുപാട് ചോദ്യം വരുന്ന ഏരിയയാണ്. അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇടനാട്ടിലും മലനാട്ടിലും കൂടുതലും റോഡ് ഗതാഗതമാണുള്ളത്. അതുപോലെ എന്താണ് പറയുന്നത്? അതുപോലെ റെയിൽ ഗതാഗതം അല്ലേ. റെയിൽവേ നമ്മുടെ കേരളത്തിലുണ്ട്. റെയിൽവേ ഇല്ലാത്ത 2 ജില്ലകളുണ്ട്. അത് ഏതൊക്കെയാണ്? ഇടുക്കിയും വയനാടുമാണ്. അപ്പോൾ ഓർമ്മിക്കുക, റെയിൽപ്പാളം ഇല്ലാത്ത അല്ലെ റെയിൽ ഗതാഗതം ഇല്ലാത്ത 2 ജില്ലകളാണ് ഇടുക്കിയും വയനാടും. അത് ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി പറയുന്നത് പുതിയ പാഠപുസ്തകത്തിലെ കാര്യങ്ങളാണ്. 8ാമത്തെ ചാപ്റ്ററാണ് നാടറിയാം. അതാണ് പാഠഭാഗത്തിൻ്റെ പേര്. അപ്പം നമുക്ക് ഈ പുതിയ പാഠപുസ്തകത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ പഴയ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ കാര്യങ്ങളാണ്. അത് ഞാൻ വീണ്ടും പറയുന്നില്ല, പുതിയതായിട്ടൊന്നുമില്ല. അപ്പം ചില കാര്യങ്ങളിൽ എന്തുണ്ട്? ചെറിയൊരു മാറ്റം കാണുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇവിടെ ഒരു മൺസൂൺ എന്ന് പറഞ്ഞിട്ടൊരു കള്ളിയിൽ കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് നോക്കാം. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. അപ്പം നോക്കുക, കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. ജൂൺ, സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ് അല്ലേ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് അല്ലെങ്കിൽ മഴ ലഭിക്കുന്നത്. അതുപോലെ എന്താ ചെയ്യുന്നത്? കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകളിൽ തടഞ്ഞു നിർത്തുന്നു. അപ്പോൾ ചോദ്യം വരാം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിനെ ആരാണ് തടഞ്ഞു നിർത്തുന്നത്? പശ്ചിമഘട്ട മലനിരകളാണ് കേട്ടോ. ഇതിൻ്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിൽ ഈ മഴക്കാലം എന്തറിയപ്പെടുന്നുണ്ട്?
എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കാലവർഷം അല്ലേ? ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. അതുപോലെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർ വിപരീത ദിശയിൽ വടക്ക് കിഴക്കിൽ നിന്നും വീശുന്നു. ഈ കാറ്റുകൾ വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്നറിയപ്പെടുന്നു. അപ്പം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് തുലാവർഷം. പിന്നെ എന്താണ് ഇത്? വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ മഴ അല്ലേ, മഴക്കാലം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഈ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എവിടെയാണ് കൂടുതലായിട്ടും ലഭിക്കുന്നത്? ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിലാണ് കേട്ടോ. അപ്പോൾ തെക്കൻ സംസ്ഥാനങ്ങളിലെ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും ലഭിക്കുന്നത്. അപ്പോൾ നമുക്കും കിട്ടുന്നുണ്ട് അല്ലേ, കേരളത്തിലും കുറച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ. അടുത്തത് കേരളത്തിലെ മണ്ണിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നോക്കുക, എന്താണ്? പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുത്തുന്നതിന് കാരണമാകുന്നു. ഒരു ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നോക്കുക, മണ്ണ് രൂപപ്പെടുന്നതിനെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത്. അടുത്തത് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്. ചെങ്കൽ മണ്ണ് അല്ലേ, അഥവാ ലാറ്ററൈറ്റ് സോയിൽ, ചെമ്മണ്ണ് റെഡ് സോയിൽ, എക്കൽ മണ്ണ് അല്ലേ, അലൂവിയൽ സോയിൽ, വനമണ്ണ് അഥവാ ഫോറസ്റ്റ് സോയിൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ, പീറ്റ് മണ്ണ് അല്ലേ, പീറ്റ് സോയിൽ എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണുന്നുണ്ട് അല്ലേ. ഓർമ്മിക്കുക, കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവയാണ് അല്ലേ. അതുപോലെ വേറെ ഏത് മണ്ണും കൂടെ കാണുന്നുണ്ട്? കറുത്ത മണ്ണും കാണുന്നുണ്ട്, പീറ്റ് മണ്ണും കാണുന്നുണ്ട് അല്ലേ. ഓക്കെ. അതുപോലെ ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഡിസംബർ 5 ഓർമ്മിക്കണേ, ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന എന്ത് ചെയ്യുന്നുണ്ട്? ആചരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരുപാട് തവണ PSC ചോദിച്ച ചോദ്യമാണ്. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. അപ്പം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയെന്ന് തോന്നിയ കാര്യമാണ് പറയുന്നത്. നോക്കുക, നിലവിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ പദ്ധതികളൊക്കെ ഒരുപാട് തവണ ചോദിച്ചതാണ്, ഇനി ചോദിക്കാൻ സാധ്യത ഉള്ളതുമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ മണ്ണ് സംരക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് ഇതുവരെ PSC ചോദിച്ചിട്ടില്ല, വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളതല്ല, അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. ഓക്കെ. അപ്പോൾ പദ്ധതി നോക്കാം, ആരാണ് നിർവഹിക്കുന്നതെന്ന് നോക്കാം. പദ്ധതി ഇനി ഞാൻ ഒഴുകട്ടെ, അത് നിർവഹിക്കുന്നത് ആരാണ്? ഹരിത കേരളം മിഷനാണ്. അപ്പം ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതി ഹരിത കേരളം മിഷൻ. മാലിന്യമുക്തം നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഇത് നിർവഹിക്കുന്നത്. അടുത്തത് തെളിനീരൊഴുകും നവകേരളം ആരാണ് നിർവഹിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ജൽജീവൻ മിഷൻ കേന്ദ്ര സർക്കാരാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നോക്കുക, പദ്ധതി ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരളം മിഷൻ, മാലിന്യമുക്തം നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പ്, തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ജൽജീവൻ മിഷൻ കേന്ദ്ര സർക്കാർ. അപ്പം പഴയ ടെക്സ്റ്റ് ബുക്കിൽ പറയാത്ത ചില കാര്യങ്ങൾ പുതിയതിലുണ്ട്. അത് കാർഷിക രംഗമായിട്ട് ബന്ധപ്പെട്ടാണ് കേരളത്തിലെ. അപ്പം അതേതൊക്കെയാണെന്ന് നോക്കാം. ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമാണ്.
അപ്പോൾ നോക്കുക, ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ എന്താണ് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത്? തേയിലയാണ് കേട്ടോ. അതുപോലെ പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും, പിന്നെ കുട്ടനാട്ട് എന്ന് പറഞ്ഞാൽ ആലപ്പുഴ, എന്താണ് നെൽകൃഷി വ്യാപകമാണ്. ഇത്രയും കാര്യങ്ങൾ പഴയ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല, അത് പറഞ്ഞു. അതുപോലെ പഴയതിൽ പറയാത്ത വേറൊരു കാര്യം, പിന്നെ എന്താണ്, തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഉപ്പ് രസമുള്ള മണ്ണ് സഹായകമാണ്. ആ ഒരു പോയിന്റും കൂടെ ഇവിടെ ഉണ്ട്. അത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. അടുത്തത് പ്രകൃതി ദുരന്തങ്ങളെ പറ്റിയാണ് പറയുന്നത്. കവളപ്പാറയിൽ ഉരുൾപൊട്ടൽ 2019, പെട്ടിമുടിയിലുണ്ടായ ഉരുൾപൊട്ടൽ 2020, അതുപോലെ 2018 പ്രളയം, ഇതിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അതിലൊന്നും കാര്യമായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ട സംഗതികൾ ഇല്ല. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്, പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളുമാണ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, പിന്നെ ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നോക്കുക, കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളാണ് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, അതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നമുക്ക് വേണ്ടിയിട്ട്, അതായത് PSCക്ക് പഠിക്കുന്ന ഒരാൾക്ക് വേണ്ട കാര്യങ്ങൾ. അപ്പം വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് വൃത്തിക്ക് നോട്ട് എഴുതി പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്